ഹയർ സെക്കൻഡറി 2ാം വർഷം തനതിടം എന്ന യൂണിറ്റിലെ 2ാമത്തെ പാഠം അഗ്നിവർണ്ണൻ്റെ കാലുകൾ. കാവാലം നാരായണ പണിക്കർ. കേരളീയ കലാപൈതൃകത്തിൻ്റെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തി ചിട്ടപ്പെടുത്തിയ തനതു നാടക പ്രസ്ഥാനം രൂപപ്പെടുത്തുന്നതിൽ നേതൃത്വം വഹിച്ച ശ്രീ കാവാലം നാരായണ പണിക്കർ കവി, നാടകകൃത്ത്, നാടക സംവിധായകൻ എന്നീ നിലകളിലൊക്കെ അറിയപ്പെടുന്ന ആളാണ്. 1928 ആലപ്പുഴ ജില്ലയിലെ കാവാലത്ത് ജനിച്ചു. സംഗീത നാടക അക്കാദമി ചെയർമാൻ, കേന്ദ്ര സംഗീത നാടക അക്കാദമി വൈസ് ചെയർമാൻ എന്നീ നിലകളിൽ പ്രശസ്തനാണ് കാവാലം നാരായണ പണിക്കർ. സാക്ഷി, അഗ്നിവർണ്ണൻ്റെ കാലുകൾ, ദൈവത്താർ, തിരുവാഴിത്താൻ, അവനവൻ കടമ്പ, മാറാട്ടം, ഒറ്റയാൻ, കരിംകുട്ടി, പൊറനാടി, കൈക്കുറ്റപ്പാട് തുടങ്ങിയ നാടകങ്ങളും, കണ്ണീർ മങ്ക, പ്രേമരശ്മി, കാവാലം കവിതകൾ തുടങ്ങിയ കവിതാ സമാഹാരങ്ങളും കാവാലത്തിൻ്റേതാണ്. ഭഗവദഞ്ജുകം, മഹാകവി ഭാസൻ്റെ മധ്യമവ്യായോഗം, കർണഭാരം, ഊരുഭംഗം, ദൂതവാക്യം, സ്വപ്നവാസവദത്തം തുടങ്ങിയ സംസ്കൃത നാടകങ്ങളും, കാളിദാസ മഹാകവിയുടെ ശാകുന്തളം, വിക്രമോർവശീയം എന്നീ സംസ്കൃത നാടകങ്ങളും സംവിധാനം ചെയ്ത് ഭാരതത്തിലും വിദേശ രാജ്യങ്ങളിലും അവതരിപ്പിച്ചു. തിരുവരങ്ങ് എന്ന നാടക സംഘം 1974 സോപാനം എന്ന രംഗകലാ ഗവേഷണ കേന്ദ്രം 1980 അദ്ദേഹം ആരംഭിച്ചു. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്, കേരള സംഗീത നാടക അക്കാദമി അവാർഡ്, കാളിദാസ സമ്മാൻ, പത്മഭൂഷൺ തുടങ്ങിയ ബഹുമതികൾ അദ്ദേഹത്തെ തേടി എത്തിയിട്ടുണ്ട്. അഗ്നിവർണ്ണൻ്റെ കാലുകൾ തനതു നാടകമാണ്. കൂടിയാട്ടം, കഥകളി തുടങ്ങിയ ക്ലാസിക് കലാപാരമ്പര്യത്തിൽ നിന്നും കാക്കാരശ്ശി നാടകം, പൊറാട്ട് നാടകം, തെയ്യം, പടയണി തുടങ്ങിയ നാടൻ കലാരൂപങ്ങളിൽ നിന്നും ഊർജം ഉൾക്കൊണ്ടുകൊണ്ട് സമകാലിക ജീവിത സമസ്യകൾ രംഗപാഠമാക്കുന്നതാണ് തനതു നാടകങ്ങളുടെ സവിശേഷത. പാട്ടും കൊട്ടും ആട്ടവും ഒത്തുചേരുന്ന അവതരണ രീതിയാണ് ഇതിനാവശ്യം. ഉചിതമായ സന്ദർഭങ്ങളിൽ സംഭാഷണമടക്കം താളനിബദ്ധമാവണം. തനതു നാടകങ്ങളുടെ അവതരണം തുറന്ന രംഗവേദിയിലാണ്. കാളിദാസൻ്റെ രഘുവംശത്തിലെ അവസാന രാജാവാണ് അഗ്നിവർണ്ണൻ. സുദർശനൻ എന്ന രാജാവിൻ്റെ പുത്രനായിരുന്നു അഗ്നിവർണ്ണൻ. അധികാരം നേടിയ ശേഷം കുറച്ചുകാലം മാത്രമേ അദ്ദേഹം രാജ്യഭരണം നന്നായി നോക്കിയുള്ളൂ. അതിനുശേഷം ഭരണം മന്ത്രിമാരെ ഏൽപ്പിച്ച് തൻ്റെ കേളി മന്ദിരത്തിൽ രാവും പകലും സ്ത്രീകളോടൊപ്പം കഴിഞ്ഞു. വല്ലപ്പോഴും ഒരിക്കൽ ജനൽപ്പഴുതിലൂടെ ജനങ്ങൾക്ക് തൃപ്പാദങ്ങളുടെ ദർശനമരുളി. സുഖലോലുപതയിൽ മുങ്ങിക്കഴിഞ്ഞ രാജാവിന് അധികം വൈകാതെ ക്ഷയരോഗബാധയുണ്ടായി. ചന്ദ്രനെ പോലെ ക്ഷയിച്ചു തുടങ്ങി. താമസിയാതെ രാജാവ് അന്തരിച്ചു. ആ മൃതശരീരം മന്ത്രിമാർ ആരും അറിയാതെ സംസ്കരിച്ചു. ജഡതുല്യമായ ജീർണിച്ച അധികാര വ്യവസ്ഥയുടെ പൊള്ളത്തരം തുറന്നു കാണിക്കാനും അതിനെതിരെ പ്രതികരിക്കേണ്ടത് ജനങ്ങളുടെ അവകാശമാണെന്ന് ഓർമ്മപ്പെടുത്താനുമാണ് ഇവിടെ കാവാലം തുനിഞ്ഞത്. ഇനി നമുക്ക് പാഠഭാഗത്തിലേക്ക് കടക്കാം. രാജാവിൻ്റെ വരവ് വിളിച്ചറിയിക്കുന്ന വാദ്യഘോഷങ്ങളുടെ അകമ്പടിയോടെ വിദൂഷകൻ 2 മരക്കാലുകളുമായി പ്രവേശിക്കുമ്പോഴാണ് നാടകം ആരംഭിക്കുന്നത്. വിദൂഷകനോടൊപ്പം 3-4 സ്ത്രീകളും അത്ര തന്നെ പുരുഷന്മാരും പ്രവേശിക്കുന്നു. അയോധ്യാധിപതിയായ അഗ്നിവർണ്ണ മഹാരാജാവിൻ്റെ സിംഹാസനത്തിൽ ആ മരക്കാലുകൾ വയ്ക്കുന്നു. ജനങ്ങൾ അഗ്നിവർണ്ണ മഹാരാജാവിൻ്റെ കാലുകൾ വിജയിക്കട്ടെ എന്ന് പറയുമ്പോൾ അഗ്നിവർണ്ണ മഹാരാജാവ് വിജയിക്കട്ടെ എന്ന് തിരുത്തി പറയാൻ വിദൂഷകൻ പറയുന്നു. കാലുകൾ മഹാരാജാവ് തന്നെയത്രേ. ജനങ്ങൾ രാജാവിനെ സ്തുതിച്ചു പാടുന്നു. ജനങ്ങൾക്ക് പല ആവലാതികളുമുണ്ട്. അവരുടെ വിശപ്പടക്കാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന ജനങ്ങളുടെ ചോദ്യത്തിന് വിശപ്പ് പോലെയുള്ള താണതരം കാര്യങ്ങളിൽ ആരും വ്യാപൃതരാകരുതെന്നാണ് വിദൂഷകൻ്റെ മറുപടി. അധികാരവർഗത്തിൻ്റെ നിർജീവ അവസ്ഥയും ജനങ്ങളുടെ വ്യാകുലതകളും നമുക്ക് മനസ്സിലാകും. കേവലരാമനും ചിന്താരാമനും പ്രവേശിക്കുന്നു. കേവലരാമൻ സാധാരണ ജനങ്ങളുടെ പ്രതിനിധിയാണ്, അതായത് പൊതുജനത്തിൻ്റെ പ്രതിനിധി. അധികാര ജീർണതയെ ചോദ്യം ചെയ്യുമ്പോഴും അധികാരവർഗത്തോട് അയാൾക്കൊരു ഭയമുണ്ട്. ചിന്താരാമനാകട്ടെ അധികാരവർഗത്തിൻ്റെ ഉദാസീനതയ്ക്ക് നേരെ പ്രതികരിക്കുന്ന മറ്റൊരു വിഭാഗത്തിൻ്റെ പ്രതിനിധിയാണ്. ഇരിക്കാൻ സ്ഥലം അന്വേഷിക്കുന്ന കേവലരാമനോട് സിംഹാസനത്തിലിരിക്കുന്ന കാലുകൾ മാറ്റിവെച്ച് അവിടെ ഇരിക്കാനാണ് കേവലരാമൻ പറയുന്നത്. അപകടം വരുമ്പോൾ തന്നെ വിട്ടുകളയരുതെന്ന് കേവലരാമൻ പറയുമ്പോൾ ഇല്ല എന്ന് പറയുന്നുണ്ടെങ്കിലും
സ്വന്തം നിലനിൽപ്പിന് കോട്ടം തട്ടുന്നതൊന്നും അയാൾ ചെയ്യുന്നില്ല. അവിടെ എത്തിയ കൊത്തുവാൾ സിംഹാസനത്തിലിരിക്കുന്ന കേവലരാമനെ കണ്ട് വലിച്ചു താഴെയിട്ട് അടിക്കുന്നു. ചിന്താരാമൻ ഒന്നും സംഭവിക്കാത്തതുപോലെ പുസ്തക വായനയിൽ മുഴുകിയിരിക്കുന്നു. ഇവിടെ ഒരു രാജാവുണ്ടോ? ഉണ്ടെങ്കിൽ രാജാവിൻ്റെ ബാക്കി ശരീരഭാഗങ്ങൾ എവിടെയെന്ന് കേവലരാമൻ ചോദിക്കുന്നു. അതൊക്കെ അതാതിൻ്റെ സ്ഥാനത്തുണ്ട് എന്നായിരുന്നു കൊത്തുവാളിൻ്റെ മറുപടി. രാജാവ് താനാണെന്ന് കേവലരാമനും ചിന്താരാമനും അവകാശപ്പെടുന്നു. പിന്നീട് കൊമ്പുവിളിയോടെ രാജഗുരു എഴുന്നള്ളുന്നു. രാജാവിൻ്റെ കാലുകളാണത്രേ തൻ്റെ ചെവി എന്നാണ് രാജഗുരുവിൻ്റെ അവകാശം. അധികാര കസേരയിൽ യഥാർത്ഥ അധികാരി തൻ്റെ സ്ഥാനം മറന്ന് അന്യനെ ഭരണമേൽപ്പിച്ചാൽ ഉണ്ടാകുന്ന അരാജകത്വം ഇവിടെ സൂചിപ്പിക്കുന്നു. ഒപ്പം അധികാരത്തിൻ്റെ ഇടനാഴികളിൽ ഉപജാപക വൃന്ദം നടത്തുന്ന പ്രവൃത്തികൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. യഥാർത്ഥത്തിൽ ഒരു രാജാവ് ഉണ്ടോ എന്ന് ജനങ്ങൾക്ക് സംശയമാണ്. കാലുകൾ ജീവിച്ചിരിക്കുന്നു, ഇന്ദ്രിയങ്ങൾ ജീവിച്ചു മരിക്കുന്നു. ഇതാണ് രാജാവിൻ്റെ അവസ്ഥയെന്നാണ് ചിന്താരാമൻ പറയുന്നത്. കേവലരാമന് സംശയം വിദൂഷകൻ വേഷം മാറിയ രാജാവാണോ എന്നാണ്. വീണ്ടും കൊമ്പുവിളി മുഴങ്ങുമ്പോൾ അടിച്ചുതള്ളിക്കാരി പ്രവേശിക്കുന്നു. എല്ലാം അടിച്ചുതളിച്ച് വൃത്തിയാക്കാൻ വന്നതാണെന്ന് അവർ പറയുന്നു. കൂട്ടത്തിൽ എല്ലാവരെയും ചവറാക്കുമെന്നാണ് അവൾ പറയുന്നത്. വിദൂഷകൻ്റെ അഭിപ്രായത്തിൽ വിദൂഷകനും മുകളിലാണ് അടിച്ചുതള്ളിക്കാരിയുടെ സ്ഥാനം. സത്യത്തിൽ വേണ്ടാത്തതെല്ലാം അടിച്ചുവാരി കളയുന്ന അടിച്ചുതള്ളിക്കാരിയാണ് യഥാർത്ഥ രാജാവെന്നാണ് ചിന്താരാമൻ പറയുന്നത്. അവർ മാറാലയും ചപ്പും ചവറുമെല്ലാം ചൂലുകൊണ്ടടിച്ച് വൃത്തിയാക്കിയതിന് ശേഷം വെള്ളം എല്ലായിടത്തും തളിക്കുന്നു. ശേഷം വിദൂഷകൻ മരക്കാലികളുടെ വിശ്രമത്തിനായി സ്വകാര്യ മുറിയിലേക്ക് കൊണ്ടുപോകുന്നു. ഈ നാടകത്തിലെ അഗ്നിവർണ്ണ മഹാരാജാവ് അധികാര ജീർണതയുടെ പ്രതീകമാണ്. കൊട്ടാരത്തിലെ മറ്റുദ്യോഗസ്ഥരായ വിദൂഷകനും കൊത്തുവാളും രാജഗുരുവും എല്ലാം ഈ നാഥനില്ലാ കളരിയിൽ മുതലെടുപ്പ് നടത്തുന്നു. പൗരബോധമുള്ള ജനങ്ങളുടെ പ്രതിനിധികളാണ് കേവലരാമനും ചിന്താരാമനും അടിച്ചുതള്ളിക്കാരിയുമൊക്കെ. അധികാര ജീർണതയെ ഇവർ ചോദ്യം ചെയ്യുന്നു. കൊത്തുവാളാകട്ടെ നീതിനിഷ്ഠയില്ലാത്ത നിയമവ്യവസ്ഥയുടെ അടയാളമാണ്. രാജാവിൻ്റെ സിംഹാസനം മോഹിക്കുന്ന വിദൂഷകനും രാജഗുരുവും കൊത്തുവാളും എല്ലാം ഈ രാജ്യത്തെ ബാധിച്ചിരിക്കുന്ന മാറാലകളാണ്. ഇത് അടിച്ചു തെളിച്ച് വൃത്തിയാക്കുന്നതിനു വേണ്ടിയാണ് അടിച്ചുതള്ളിക്കാരി എത്തിയിരിക്കുന്നത്. വേലി തന്നെ വിളവ് തിന്നുന്ന അവസ്ഥയ്ക്കെതിരെ ഉണർന്നു പ്രവർത്തിക്കേണ്ടത് നമ്മുടെ പൊതുജനങ്ങളുടെ ധർമ്മമാണ് എന്ന് കാവാലം നാരായണ പണിക്കർ നമ്മെ ഉദ്ബോധിപ്പിക്കുന്നു.